ഹായ്, ഹലോ. എല്ലാവർക്കും വെളുത്തിട്ട് പാറണം. പാറിക്കോ. നിങ്ങൾ വെളുത്തിരിക്കുമ്പോഴാണ് നിങ്ങൾ കംഫർട്ടായിട്ടിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഒരു തോന്നലുണ്ടെങ്കിൽ അങ്ങനെ ആയിക്കോ, കുഴപ്പമില്ല. നമ്മുടെ കപ്പാസിറ്റി അനുസരിച്ച് നമ്മുടെ മറ്റുള്ളവരെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാതെ നമ്മുടെ കയ്യിലെ പൈസയൊക്കെ അനുസരിച്ച് ചെറിയ രീതിയിലൊക്കെ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. പൈസയുള്ളവർ ചെയ്തോട്ടെ. പക്ഷേങ്കിൽ നിങ്ങൾ ഈ വെളുത്ത ആൾക്കാരിലെ അപ്പം എന്ത് പ്രത്യേകതയാണ് നിങ്ങൾക്ക് അതിനകത്ത് തോന്നിയിട്ടുള്ളത്? ഇപ്പം നമ്മളൊരവസ്ഥയിലോട്ടാകാൻ വേണ്ടി നമ്മൾ കഠിനമായിട്ട് പ്രയത്നിക്കുമ്പം നമുക്ക് ആ അവസ്ഥയ്ക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ്സ് ഉള്ളതായിട്ട് തോന്നണ്ടേ? അപ്പം അതിനകത്ത് നിങ്ങൾക്ക് എന്തുവാ തോന്നിയിട്ടുള്ളത്? ഇപ്പം വെളുത്തവർക്ക് ഇന്ന പ്രത്യേകതകൾ ഉള്ളതായിട്ടൊക്കെ നിങ്ങൾക്ക് എന്തുവാ അനുഭവപ്പെട്ടിട്ടുള്ളത്? അല്ലെങ്കിൽ കറുത്തവർക്ക് എന്തെങ്കിലും കുറവുകളുള്ളതായിട്ടൊക്കെ എവിടെ തോന്നിയിട്ടുണ്ട്? അത് സ്വന്തമായിട്ട് ഉണ്ടാക്കി വയ്ക്കുന്നതല്ലേ. എന്തോ 12ാം ക്ലാസ്സിലെ പരീക്ഷ കഴിയുന്ന ഉടനെ വെളുത്തവരെല്ലാം എൻട്രൻസ് എക്സാം ഒന്നും എഴുതണ്ട, ഹയർ സ്റ്റഡിക്ക് നിങ്ങൾക്ക് പിന്നെ അഡ്മിഷൻ തന്നിരിക്കുന്നെന്ന് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അതല്ല, പഠിത്തമൊക്കെ കഴിഞ്ഞ് വെളുത്തവരെല്ലാം ടെസ്റ്റ് ഒന്നും വേണ്ട, ഡയറക്റ്റ് വെളുത്തവർക്കെല്ലാം ജോലി കൊടുക്കുന്നെന്ന് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? യാത്ര ചെയ്യുന്ന ഉടനെ വണ്ടിക്കകത്ത് നോക്കിയിട്ട് ഇത് വെളുത്ത ആളാ, എന്നാൽ പിന്നെ ട്രാഫിക് റൂൾസ് ഒന്നും ഒബേ ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾ പൊക്കോ എന്ന് എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പിന്നെ നിങ്ങൾ എന്തിനാ ഇതിൻ്റെ പുറകിന് ഇങ്ങനെ അങ്ങ് ഞാൻ വെളുത്തിട്ടേ മരിക്കൂ എന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? ഈ കഴിഞ്ഞ മാസം നമ്മൾ കണ്ടില്ലേ, ഒരു കൊച്ച് കല്യാണമൊക്കെ കഴിഞ്ഞ് എന്ന വീട്ടിൽ അവർ കറുത്തതാണെന്നോ അതിന് ജോലിയില്ലെന്നോ ഒക്കെ പറഞ്ഞതിനത് പോയി ആത്മഹത്യ ചെയ്തത്. കറുത്തത് അവർ പെണ്ണ് കാണാൻ ചെന്നപ്പോൾ അവർ കണ്ടതല്ലേ കറുത്ത കൊച്ചിനെ. അപ്പോൾ ഈ കറുത്തതിന് എന്തുവാ കുഴപ്പം? നമ്മുടെ രാജ്യത്തിൻ്റെ പ്രഥമ പൗരൻ ആരായിരിക്കുന്നത്? കറുത്ത ആളല്ലേ. ഇതിന് മുന്നേ ഇരുന്നതാരാ? അവരും കറുത്തവരൊക്കെ തന്നെ അല്ലായിരുന്നോ? അവർക്കൊന്നും എന്നിട്ട് അവിടെ എത്താൻ പറ്റിയില്ലേ കറുത്തതായതുകൊണ്ട്? എന്തോ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ പിള്ളേരൊക്കെ കറുത്തതെന്നും വെളുത്തതെന്നും ഒക്കെ പറഞ്ഞ് അതൊക്കെ ചിലരുടെ മനസ്സിനകത്തെ അവരുടെ ഇഷ്ടമാണ്. ചില കളറിനോട് അവർക്ക് താല്പര്യം. കറുത്തത് നല്ലതാണെന്നും വെളുത്തത് നല്ലതാണെന്നും കറുത്തത് അഴുക്കാണെന്നും വെളുത്തത് അഴുക്കാണെന്നും ഒക്കെ അത് ഓരോരുത്തരുടെ മനസ്സിനകത്തെ ഇഷ്ടങ്ങളാണ്. ആ ഇഷ്ടങ്ങളാണ് ചില സമയത്ത് അവരുടെ വായിൽ കൂടെ പുറത്തോട്ട് വരുന്നത്. അതിന് എവിടെ വരെ ആയുസ്സുണ്ട്? നമ്മുടെ വീടിനകത്തും നമ്മുടെ ഈ കോമ്പൗണ്ടിനകത്ത് വരെ. അതിനപ്പുറത്ത് അതിനെങ്ങുമില്ല. നിങ്ങൾ പുറത്ത് എന്തെങ്കിലും ഒരു കാര്യത്തിന് ചെല്ലുന്ന ഉടനെ വെളുത്തവർക്ക് പ്രത്യേകത എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. കറുത്തവർക്കും വെളുത്തവർക്കും എല്ലാം ഒരേ സ്ഥാനം തന്നെയാണ്. ഏതെങ്കിലും കാര്യത്തിന് നിങ്ങൾ പോയിട്ടുള്ളപ്പം ഉണ്ടോ അങ്ങനെ? വെളുത്തവരൊക്കെ ഇങ്ങോട്ട് വാ, ഇവിടോട്ട് നിൽക്ക്, എല്ലാം ഇപ്പം നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ചെയ്തു തരാമെന്ന് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഒന്നുമില്ല. അപ്പോൾ പിന്നെ അതിൻ്റെ പുറകിനൊന്നും നിങ്ങളിങ്ങനെ അന്ധമായിട്ടങ്ങ് നടക്കരുത്. നിങ്ങൾ കറുപ്പിലും വെളുപ്പിലും ഒന്നും അല്ല കാര്യം. ഈ അവനവൻ്റെ കഴിവിനെ വളർത്തിയെടുക്കുക, നല്ല വിദ്യാഭ്യാസം ചെയ്യുക. വിദ്യാഭ്യാസം ഇല്ലാത്തവരും നല്ല രീതിയിൽ ജീവിക്കും. എങ്ങനെ? അവർക്കുള്ള കഴിവിനെ അവർ തിരിച്ചറിഞ്ഞ് അതിനെയൊക്കെ വളർത്തിയെടുക്കുമ്പോഴാണ് അവർക്ക് നല്ല രീതിയിൽ അവർക്ക് ഈ ലോകത്ത് അവർക്കും ജീവിക്കാൻ പറ്റും. അപ്പം അവനവൻ്റെ കഴിവിനെ അറിഞ്ഞ് തിരിച്ചറിയുക, നല്ല വിദ്യാഭ്യാസം ചെയ്യുക, മനുഷ്യനോട് നല്ല രീതിയിൽ ഇടപെടാൻ പഠിക്കുക, അതൊക്കെയാണ് വേണ്ടുന്നത്. ഏതൊരു പ്രതിസന്ധി വന്നാലും അതിനെയൊക്കെ തരണം ചെയ്ത് മുമ്പോട്ട് ജീവിക്കാനുള്ള പ്രത്യേക ഒരു കഴിവ് ഒരു മനുഷ്യനോട് നല്ല രീതിയിൽ സംസാരിക്കുക, നല്ല രീതിയിൽ ഇടപെടുക, എല്ലാവരെയും വേർകൃത്യങ്ങളൊന്നും ഇല്ലാതെ എല്ലാവരോടും കഴിഞ്ഞു പോകാനുള്ള കൂടിപ്പോകാനുള്ള ഒരു മനസ്സുണ്ടായിരിക്കുക. ഇതൊക്കെയാണ് മനുഷ്യൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. അല്ലാതെ ഈ കളറിനകത്തൊന്നും അല്ല. ചിലർ കറുത്ത് ജനിക്കുന്നു, ചിലർ വെളുത്ത് ജനിക്കുന്നു. ഓരോരോ കാര്യങ്ങളുടെ പുറകിന് നടക്കുന്നു. ആരെങ്കിലും ഈ നിങ്ങളോട് എത്ര ആൾക്കാരെല്ലാം പറഞ്ഞു തരുന്നില്ലേ, റെസ്പെക്റ്റ് യുവർ സെൽഫ്, റെസ്പെക്റ്റ് ആൻഡ് ലവ് യുവർ സെൽഫ്. ഇതെല്ലാവരും പറഞ്ഞു തരുന്നതല്ലേ. പിന്നെ എന്താ ഈ ചെവി കൂടെ കയറി ഈ ചെവി കൂടെ ഇറങ്ങിപ്പോകുന്നത്? അതെല്ലാം കളഞ്ഞിട്ട് ചില അമ്മായിമാരും കുഞ്ഞമ്മമാരും അയൽവക്കക്കാരും ഒക്കെ പറയുന്നത് കേട്ടോണ്ടിരിക്കുക. അത് കേട്ടിട്ട് അതിൻ്റെ പുറകിന് നടക്കുക. ആരെങ്കിലും കറുത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറുത്ത കളറിന് എന്തോ കുഴപ്പം?
കറുപ്പിന് 7 അഴകെന്ന് പണ്ടേ അറിവുള്ള മനുഷ്യർ പറഞ്ഞു വെച്ചിട്ടില്ലേ? കറുപ്പിന് അഴകുണ്ട്, 7 അഴകുണ്ട്. അതിനൊരുപാട് ഗുണങ്ങളുണ്ട്. കറുത്ത കളറുള്ളവർക്കൊക്കെ സ്കിൻ ഡിസീസുകളൊക്കെ വരാൻ വളരെ കുറവാണ്. അവർക്ക് ഈ UV റേസിൽ നിന്നൊക്കെ പ്രൊട്ടക്ഷൻ ഉണ്ട്. പിന്നെ അവരുടെ പെട്ടെന്ന് ഈ സ്കിന്നൊന്നും പ്രായമാകുമ്പം സാഗാകത്തൊന്നുമില്ല. അങ്ങനെയൊക്കെ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ഈ കറുപ്പ് കളറെന്ന് പറയുന്നത്. നമ്മൾ കറുത്ത് ജനിക്കും, വെളുത്ത് ജനിക്കും, അതിലൊന്നും അല്ലല്ലോ കാര്യം. നമ്മളെങ്ങനെ ഈ ലോകത്ത് ജീവിക്കുന്നെന്നുള്ളതല്ലേ. അല്ലാതെ കറുത്തിരുന്നിട്ടോ വെളുത്തിരുന്നിട്ടോ ഒന്നും ഒരു കാര്യമില്ല. ഇത് ഈ വീടിനകത്തും നമ്മുടെ കോമ്പൗണ്ടിനകത്തും അകത്തും ഉള്ളിൽ മാത്രമേ ഉള്ളൂ അതിനൊരിത്. അതിന് വെളിയിൽ എല്ലാവരും ഒരുപോലെ തന്നെയാണ്. അതൊക്കെ മനസ്സിലാക്കുക കുഞ്ഞുങ്ങളെ. വെറുതെ ഈ കറുത്തെന്നും പറഞ്ഞ് ഡിസപ്പോയിൻറ്റഡ് ആകാതെ. അതുപോലെ കുഞ്ഞു മക്കളോട് ആണെങ്കിലും ആൾക്കാർ കറുത്തെന്നും വെളുത്തെന്നും ഒക്കെ പറഞ്ഞാൽ അമ്മമാർ പറഞ്ഞു കൊടുക്കണം. അത് അവരുടെ വിവരമില്ലായ്മ കൊണ്ട് പറയുന്നതാണ്. അതിനകത്തൊന്നും കാര്യമില്ല. കറുപ്പിന് ഇതുപോലുള്ള ഗുണങ്ങളുണ്ടെന്ന് ആ കുഞ്ഞുങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അവർക്ക് എപ്പോഴും ഒരു കോംപ്ലക്സ് തോന്നി വളർത്തരുത്. പോട്ടെ സാരം, അവരങ്ങനെ പറഞ്ഞു ഇവരിങ്ങനെ പറഞ്ഞു കറുത്താന്ന് പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ പോട്ടെ സാരമില്ലെന്നല്ല പറയേണ്ടത്. അത് അവരുടെ വിവരമില്ലായ്മ കൊണ്ട് പറഞ്ഞതാണെന്ന് പിള്ളേരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. നമ്മുടെ കളറിന് എന്തൊക്കെ ഗുണങ്ങളുണ്ടെന്നും അതും അവരെ പറഞ്ഞ് പഠിപ്പിക്കണം. അവരെ ബോധമുള്ളവരാക്കി വളർത്തണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ കറുത്തിരുന്നാലും ഒന്നുമില്ല, വെളുത്തിരുന്നാലും ഒന്നുമില്ല. മനുഷ്യൻ നല്ലതായിട്ടിരിക്കണമെന്നേ ഉള്ളൂ. അതിനൊന്നും ആരും വിഷമിച്ചും കുറേ ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്തും നമുക്ക് കഴിയുന്ന പോലെയൊക്കെ വെളുക്കണമെന്നൊക്കെ ആഗ്രഹം എല്ലാവർക്കും വരും. അത് നമ്മുടെ ഈ സമാജിൻ്റെ ഇതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ എനിക്കൂടെ ഒന്ന് വെളുക്കണമെന്ന്. അതിന് നമ്മളെക്കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അല്ലാതെ ആരെങ്കിലും കറുത്തെന്ന് പറയുമ്പോഴത്തേക്കിന് പോയി ആത്മഹത്യ ചെയ്യാനും വിഷമിക്കാനും കറുത്തെന്നും പറഞ്ഞ് പുറത്തിറങ്ങാതിരിക്കാനും മനുഷ്യൻ്റെ മുമ്പിൽ പോയി സംസാരിക്കാതിരിക്കാനും വേണ്ട കാര്യങ്ങൾക്കൊന്നും പോകാതിരിക്കുകയും അങ്ങനെയൊന്നും ചെയ്യരുത്. ഉൾവലിഞ്ഞ് നിൽക്കരുത് കറുത്താന്നും പറഞ്ഞ്. കറുപ്പിന് 7 അഴകാണ്. അത് ഓർത്തോണം.